ഇപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. നമ്മൾ മൊഡ്യൂൾ 1ഉം 2ഉം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. മെറ്റീരിയൽസും ഈ പറയുന്ന വീഡിയോയുടെ എല്ലാ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1ൽ എന്തായാലും നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ബേസിക് ആയിട്ട് ഐഡിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഐഡിയേഷൻ, IPR. സോ മൊഡ്യൂൾ 2ൽ എത്തിയപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചു. ഓക്കെ, കസ്റ്റമർ ഡീറ്റെയിൽസ് പഠിച്ചു, മാർക്കറ്റ് പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മളൊരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് പ്ലാൻ എന്താണെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് ബിസിനസ് പ്ലാൻ? ബിസിനസ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്ററിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇൻവെസ്റ്ററിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ടിങ് നമുക്ക് ഉണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫണ്ടേഷൻ്റെ അടുത്തുനിന്നോ നമുക്ക് ഈ ഫണ്ട് മേടിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർക്ക് അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് പ്ലാൻ. നമ്മൾ അതിനുവേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ എന്താണ് നമുക്ക് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ബിസിനസ് പ്ലാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ബിസിനസ് പ്ലാൻ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ കോംപ്രഹെൻസീവ് ഡോക്യുമെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർമൽ എന്നൊക്കെ ചേർക്കാം. ഫോർമൽ ഡോക്യുമെൻറ്റ് that outlines the objective, strategies and actions necessary to establish and grow a business. Grow a business അല്ല, നമ്മളുടെ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്ലാരിറ്റി ഓൺ ദ കീ ആസ്പെക്ട്സ് ഓഫ് ദി ബിസിനസ്. അതായത് എന്താണ് ഈ ബിസിനസ്, എങ്ങനെയാണ് ഇത് വരുമാനം ഉണ്ടാക്കുന്നത്, എത്ര രൂപയാണ് ഇത് ആവശ്യമുണ്ട് ചിലവ് ചെയ്യാൻ, അതുപോലെ ഏതൊക്കെ മാർക്കറ്റാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ച് നോക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ IPRൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് ചെയ്തേക്കുന്ന ഒരു ബിസിനസ് പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. anytime ദോശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്താണ് ബിസിനസ് പ്ലാൻ ഫ്രെയിം വർക്ക്? അപ്പം ബിസിനസ് പ്ലാൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ബിസിനസ് പ്ലാൻ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫോർമാറ്റിൽ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അപ്പം ഈ പറയുന്ന ബിസിനസ് പ്ലാനിലെ കമ്പോണൻസിനെ അല്ലെങ്കിൽ ബിസിനസ് പ്ലാനിൻ്റെ മെയിൻ പോയിന്റ്സിനെ പറയുന്നതാണ് ഈ പറയുന്ന ബിസിനസ് പ്ലാൻ ഫ്രെയിം വർക്ക്. നമുക്കതിൽ ഒരു 5-6 പോയിന്റ്സ് ഉണ്ട്, നിർബന്ധമായിട്ട് വേണ്ടതാണ്. നമുക്കത് നോക്കാം. വളരെ ഫസ്റ്റ് വണ്ണാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദി ബിസിനസ് പ്ലാൻ. ഓക്കെ, ഇത് യൂഷ്വലി ലാസ്റ്റാണ് റൈറ്റ് ചെയ്യുന്നത്, ചിലയിടത്ത് ഫസ്റ്റ് റൈറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ എൻ്റെ പ്ലാനിനെ കുറിച്ചുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നെയിം, ലൊക്കേഷൻ ആയതുകൊണ്ട് ചിലയിടത്ത് മാത്രമാണ് കേട്ടോ ലാസ്റ്റ് ചെയ്യുന്നത്. നോർമലി ഫ്രണ്ടിലാണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഈ പറയുന്ന പോലെ ബിസിനസ് നെയിം എന്താണ്, ലൊക്കേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ബിസിനസ് എന്താണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ സമ്മറി ഓഫ് പ്രൊഡക്ട്സ്, നമ്മളെല്ലാം അതായത് നമ്മൾ ഈ പറയുന്ന ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് വരുന്ന സെക്ഷൻസിലുള്ള എല്ലാ കണ്ടന്റും ഒരു 2 പേജ് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 പേജിൽ നമ്മൾ ഇതിന് മൊത്തം സമ്മറി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഗീവ് ദ റീഡേഴ്സ്, നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇൻവെസ്റ്റേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുക. ഓക്കെ, അതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കമ്പനി ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ കമ്പനി എന്താണ്, ഈ പറയുന്ന പോലെ കമ്പനിയുടെ ബിസിനസ് എന്താണ്, ഈ പർപ്പസ് എന്താണ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, അത് നമ്മൾ ലീഗലായിട്ട് എന്താ സ്ട്രക്ചറാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. കമ്പനി ഡീറ്റെയിൽസ്, കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയാം, ഇതെങ്ങനെയാണ് കമ്പനി ഫോം ആയെന്ന് പറയാം. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്, അതായത് കമ്പനിയെ കുറിച്ച് പറയാം. നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റീവ്, ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയാം. അങ്ങനെ നമ്മൾ എന്താണ് നമ്മൾ യൂണിക് വാല്യൂ പ്രൊപ്പോസിഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതെന്താണെന്ന് പറയാം, നമ്മളുടെ കമ്പനിയുടെ എന്താണെന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എന്താണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ബിസിനസ് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അതാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് പറയാം മാർക്കറ്റ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ മാർക്കറ്റ് കവർ ചെയ്തു, മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റേഷൻ പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലെ കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് പറയും. അതാണ് മാർക്കറ്റ് അനാലിസിസ്. നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയുടെ സൈസ് പറയുന്നുണ്ട്, കോമ്പറ്റീറ്റർ അനാലിസിസ് പറയുന്നത്, SWOT അനാലിസിസ് ഒക്കെ നമ്മൾ സിലബസിലുള്ളതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ആയിട്ട് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ പറയേണ്ടതാണ് കേട്ടോ. ഈ നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിൻ്റെ ഒരു ഉള്ളിൽ നിന്ന് വേണം ഈ ബിസിനസ് നടത്താൻ. ഓക്കെ, നമ്മളുടെ ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ്. ഓക്കെ, SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇത് നമുക്ക് നെക്സ്റ്റ് പാർട്ടാണ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കമ്പനി നമ്മൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കമ്പനി ഉണ്ട് അതെല്ലാം തുടങ്ങാൻ പോകുന്നതാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ള കമ്പനിയാണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണം, അതേപോലെ തന്നെ ഒരു വിഷനുള്ള ആൾക്കാർ വേണം, കഴിവുള്ളവർ വേണം, സ്കിൽസ് വേണം. ഓക്കെ, ബിസിനസ് ഹയറാർക്കി അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഗനൈസേഷൻ ചാർട്ട് വേണം.
എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫൗണ്ടർ നിൽക്കുന്നു, അതിന് താഴേക്ക് പോകുന്നതോറും ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഫൗണ്ടറിൻ്റെ മേളിലും ആൾക്കാർ വേണം. കാര്യം നമുക്ക് ഒരു ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും അറിവുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഉണ്ടായാൽ ഏറ്റവും നല്ലത്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ പറയും. അഡ്വൈസറി ബോർഡ്, നമുക്ക് ജുഡീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഈ പറയുന്ന പോലെ ഫൗണ്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അയാളുടെ വേറെ എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കലി നമ്മുടെ മാനേജ്മെൻറ്റ് എന്താണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് എന്ന്, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്താണെന്ന് നമ്മൾ പറയുന്നതാണ് ഒരു 5th പോയിന്റായിട്ട് നമുക്ക് പറയാം. അപ്പം ഇവിടേക്ക് നമ്മൾ എന്താണ്, നമ്മൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്മാർട്ട് ബിസിനസ് ഓഫീസ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താണ് ബിസിനസ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഓക്കെ, യുണീക്ക് ഫീച്ചേഴ്സ് എന്താണ്, ഈ പറയുന്ന ലൈഫ് സൈക്കിൾ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു പോയിന്റ് ആയിട്ടല്ല ഇത് എഴുതി വെക്കുന്നത്. ഓക്കെ, ബിസിനസ് പ്ലാൻ നമ്മൾ ഓൾറെഡി കാണിച്ചു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി. അപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി, നമ്മൾ എന്തൊക്കെ സെയിൽസ് ആണ് വിളിക്കുന്നത്, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്, പ്രൊമോഷൻസ് കാര്യങ്ങൾ പറയുക, ഇപ്പോൾ കസ്റ്റമറിനെ എങ്ങനെ നമുക്ക് കിട്ടും, നമ്മളൊരു ബ്രാൻഡായിട്ട് എങ്ങനെ വളർത്താൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് എ പോയിന്റ്. ഓക്കെ, ദെൻ നമുക്ക് ഇത് വേണമെങ്കിൽ, അതായത് ഫണ്ടിങ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ജനറലി ഇൻക്ലൂഡ് ചെയ്യാറില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ മാറ്റാറുണ്ട്. അപ്പോൾ ഫണ്ടിങ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ എന്താണ്, ഇപ്പോൾ നിങ്ങൾ പൈസ എങ്ങനെ, നമുക്ക് എത്ര രൂപ തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന ടോട്ടൽ ക്യാപിറ്റൽ എന്ന് വിചാരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഈ പറയുന്ന പൈസേനെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ എന്തിനാണ് നമ്മൾ പൈസ ഉപയോഗിക്കുന്നത്, നമുക്ക് എന്താണ്, നമ്മൾ കമ്പനി ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ തന്നെ നമ്മളുടെ ഒരു കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ടാവും, നമ്മൾ എന്തിനാണ് നമ്മൾ ഈ പൈസയിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അതായത് എക്സ്പ്ലെയിൻ ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ടു അട്രാക്ട് സ്യൂട്ടബിൾ ഇൻവെസ്റ്റേഴ്സ്. നെക്സ്റ്റ് ആണ് നമ്മൾ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ. ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ പെർഫോമൻസ്, നമ്മൾ എത്ര രൂപ ഇട്ടു, അതിൽ നിന്നും എത്ര രൂപ നമുക്ക് കിട്ടുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോഴാണ്. ഓക്കെ, അതായത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ, ബാലൻസ് ഷീറ്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ഒരു 10,000 രൂപ ഇതിൽ മുടക്കി കഴിഞ്ഞാൽ 10,001 രൂപയ്ക്ക് പറയുന്നതാണ് ബ്രേക്ക് ഈവൻ. അതായത് ബ്രേക്ക് ഈവൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഞാൻ മുടക്കിയിൽ നിന്ന് 1 രൂപ കൂട്ടി കിട്ടിയാൽ അവിടെ ബ്രേക്ക് ഈവനായി, നമ്മുടെ മുടക്ക് മുതൽ തിരിച്ചു പിടിച്ചു, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റായിട്ട് അപ്പൻഡിക്സ് എന്ന് പറയുന്ന പാർട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് എവിഡൻസ് നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ഷീറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് പുറമെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഓപ്പറേഷൻസ് പ്ലാൻ, റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഹെഡിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഈ കമ്പനി മറ്റുള്ളവരിൽ നിന്നും യൂണിക് വാല്യൂ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യാം. മിനിമം നമ്മളൊരു ഈ പറയുന്ന പോലെ ബിസിനസ് പ്ലാൻ്റെ സ്ട്രക്ചർ എന്താണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇത്രയും, അതായത് ഈ ഒരു 9 പാർട്ട് 10 പാർട്ട് അടുത്തുള്ള 10 സെക്ഷൻസ് എങ്കിലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിപ്പോൾ 5 മാർക്കിന് ചോദിച്ചാൽ 3 മാർക്കിന് ചോദിച്ചാൽ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സമ്മറി വേണം, കമ്പനി ഡിസ്ക്രിപ്ഷൻ വേണം, മാർക്കറ്റ് അനാലിസിസ് വേണം, ഓർഗനൈസേഷൻ വേണം, ഈ പറയുന്ന പ്രൊഡക്ട്സ് സർവീസിനെ കുറിച്ചൊക്കെ പറയണം, സെയിൽസിനെ കുറിച്ച് പറയണം, ഈ പറയുന്ന ഫണ്ടിങ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫാബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ വേണം, ഇപ്പോൾ നമ്മൾ അപ്പൻഡിക്സ് കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാം. ഇതിന് ഓരോ പാർട്ടിനും സബ് ഹെഡിങ്സ് വരാം. ഈ പറയുന്ന മാർക്കറ്റ്, ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ, നമ്മൾ എത്രയും ഇൻകമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അവിടെ നമുക്ക് വേണമെങ്കിൽ പൈ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാം, ചാർട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പൈ ഡയഗ്രാം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ സർക്കിളിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഇത് ഇത്ര 80% എനിക്ക് ഇതിൽ നിന്ന് വരുമാനം, ഇതിൽ നിന്ന് എനിക്ക് 20% വരുമാനം, അങ്ങനെയുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്ന ഡയഗ്രാംസിനാണ് പൈ ചാർട്ട് എന്നൊക്കെ പറയുന്നുണ്ടോ. ഓക്കെ, നമ്മൾ ഓൾറെഡി കാണിച്ചൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ട്, നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞേക്കണം, പിന്നെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഡയറക്റ്റ്ലി പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കോമ്പറ്റീഷനൊക്കെ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കുള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റിസ്ക് മാനേജ്മെൻറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഒരു കൺക്ലൂഷൻ വേണമെന്നൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ മാർക്കറ്റ് അനാലിസിസ് എന്താണെന്ന് ഒന്നുകൂടി പറയണം. മാർക്കറ്റ് അനാലിസിസ് ഈസ് എ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് വിച്ച് ഇവാലുവേറ്റ്സ് ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അതായത് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്കുള്ള മാർക്കറ്റിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ ഓർഗനൈസ് നടത്തുന്നു, മാർക്കറ്റ് സൈസ് അല്ലെങ്കിൽ ഗ്രോത്ത് ട്രെൻഡ്സ് കാര്യങ്ങൾ, നമ്മൾ പൊട്ടൻഷ്യൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമുക്ക് എന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. വേറെ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, സ്ട്രെങ്ത് വീക്ക്നെസ് SWOT അനാലിസിസ് ഉപയോഗിക്കുന്നു. കാര്യങ്ങൾ വെച്ച് നമ്മുടെ മാർക്കറ്റിനെ ഒന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അത് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇനി ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടത്താം. ഓക്കെ, അപ്പോഴേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫുഡ് ട്രക്ക് ആണെങ്കിൽ
ഓക്കെ. ഫുഡ് ട്രക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇപ്പോഴൊന്നും അത്യാവശ്യം കുറച്ച് ഈ പറയുന്ന പോലെ കസ്റ്റമേഴ്സിനെ കിട്ടും. പക്ഷേ പിന്നെ അവിടെ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതേസമയം ഒരു സോഫ്റ്റ്വെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫുൾ ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒറ്റ സമയമേ ഒരാളെ കിട്ടത്തുള്ളൂ, ഒരു കസ്റ്റമറിനെ കിട്ടത്തുള്ളൂ. അതേസമയം നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ മോഡലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റെഗുലറായിട്ട് കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഓരോ തരത്തിലുള്ള മാർക്കറ്റിന് കറണ്ട് ആയിട്ടുള്ള ഫ്യൂച്ചറായിട്ട് നമുക്ക് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം. ഞാൻ ഒരു തവണ മാത്രമുള്ള ഒരു പേയ്മെൻ്റ് ആണ് മേടിക്കുന്നതെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ പേയ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മാർക്കറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് സർവീസ് ഡിസ്ക്രിപ്ഷൻ. ഇതൊക്കെ നമ്മുടെ ബിസിനസ് പ്ലാനിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞാണ്. ജസ്റ്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. അതായത് ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. യുണീക് സെല്ലിംഗ് പോയിന്റ്, ഈ വേർഡൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. USP എന്ന് പറയും. യുണീക് സെല്ലിംഗ് പോയിന്റ് എന്താണ്? യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന എന്തുകൊണ്ട് ഈ പറയുന്ന സാധനം നിങ്ങൾ മേടിക്കണം. ഓക്കെ. അതിനെ പറയുന്നതാണ് യുണീക് സെല്ലിംഗ് പോയിന്റ്. ഓക്കെ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നിങ്ങൾ ഈ സാധനത്തെ വേർതിരിച്ച് കാണുന്നത് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഈ പറയുന്ന പോലെ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്തോരം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു, അങ്ങനെ കാര്യങ്ങളാണ്. ഓക്കെ. ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് മീൻസ് ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന മെഷീൻ്റെ ഓവർവ്യൂ, ബ്ലൂ പ്രിന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമുക്കിതിൽ എവിടെയാണ് നമ്മുടെ കമ്പനി നിൽക്കുന്നത്, നമ്മൾ എവിടേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്, സെയിൽസ് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ. അതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് നിൽക്കുന്നത്, പ്രൊമോഷൻ റേറ്റ്, ബ്രാൻഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ സെയിൽസ് സ്ട്രാറ്റജിയെ കുറിച്ച് നമുക്ക് പറയാം. അതായത് എങ്ങനെയാണ് നമ്മൾ സെയിൽസ് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള സെയിൽസ് ആണോ അല്ല പാർട്ട്ണർഷിപ്പ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാം. അതുപോലെ നമ്മൾ പ്രൈസിങ്ങിൻ്റെ സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ കസ്റ്റമറിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, മീൻസ് നമുക്ക് ലോയാലിറ്റി പ്രോഗ്രാംസോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും റിവാർഡ് കോയിൻസോ കൊടുക്കാനുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ഇത് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് സ്ട്രാറ്റജി നമുക്ക് ആലോചിക്കാം. അതേപോലെ നമുക്ക് ഒരു ഫുഡ് സ്റ്റാളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫുഡ് കോർട്ട് അങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഫുഡ് സ്റ്റാളൊക്കെ ഇട്ട് നോക്കാം. ഓരോ പരിപാടിക്കൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇട്ട് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് പിടിക്കാം. അങ്ങനത്തെയൊക്കെ നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ. ഇതേപോലെ നമുക്ക് ഓപ്പറേഷൻസ് പ്ലാൻ ഞാൻ പറഞ്ഞു ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓപ്പറേഷൻ പ്ലാൻ എന്താണ്? നമ്മൾ ഈ ഡേ ടു ഡേ ഫങ്ഷൻസിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സിസ്റ്റം എങ്ങനെ പോകും, സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഓക്കെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ടീം എങ്ങനെയാണ്, ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, എക്യുപ്മെൻറ്റ് എന്തൊക്കെയാണ്, പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വരവ് എത്രയാണ്, ചിലവ് എത്രയാണ്, നമ്മൾ എത്ര മാസം കൊണ്ട് എത്ര കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് എത്ര എമൗണ്ട് നമുക്ക് കിട്ടുന്നു, നമ്മൾ എത്ര എമൗണ്ടിലേക്കാണ് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ വേണം. ഒരു 3-4 കൊല്ലത്തെങ്കിലും മിനിമം പറയാം. ഓക്കെ. നമ്മൾ റവന്യൂ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ സെയിൽസ് ഓവർ ടൈമാണ്. അതായത് നമ്മൾ എത്ര ഓരോ ടൈമിൽ നമ്മൾ എത്ര മീൻസ് ഇത്ര നാൾ കൊണ്ട് എത്ര രൂപ നമ്മൾ സെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതുപോലെ എക്സ്പെൻസ് പറയുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ ലോസ് വരാമെന്ന് പറയാൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക്സ് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള റിസ്ക്സിനെ നമ്മൾ മാക്സിമമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അല്ലാതെ വരുന്ന റിസ്ക്സ് ഒന്നും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കി പോകണം പ്രശ്നങ്ങൾ. ഓക്കെ. ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്യാഷ് പോകുന്നത്, എങ്ങനെയൊക്കെ ഇറങ്ങുന്നു, ഇങ്ങനെയൊക്കെ കയറുന്നു, ഏതാണ് ക്യാഷ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ഈവൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എത്ര പോയിന്റിൽ നമുക്ക് ബിസിനസ് കവറേജ്, കോസ്റ്റസ് ആൻഡ് സ്റ്റാർട്ട് ജനറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ. നിങ്ങളൊരു കഫേ ഒരു 4 lakhs നിങ്ങൾ കഫേ ഇട്ടു, നിങ്ങൾക്ക് ഒരു 4 lakhs കഴിഞ്ഞിട്ടുള്ളത് മാത്രം നിങ്ങളുടെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ സെക്ഷനിൽ. ഓക്കെ. then നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്കസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോസിബിൾ ആയിട്ടുള്ള റിസ്കസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ എങ്ങനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് റിസ്ക് നിന്നും എങ്ങനെ ഈ പറഞ്ഞ റിസ്കിൽ നിന്നും മാറി നടക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് പറയുന്നത് മാർക്കറ്റിൽ എന്തൊക്കെ റിസ്കസ് ഉണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ റിസ്കസ് വരുന്നു. ഇനി പറഞ്ഞാൽ ഈ ഫൈനാൻഷ്യലായിട്ട് നമ്മൾ ഫണ്ട് മേടിച്ചു, നമ്മുടെ ഫണ്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന നമുക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊന്നൊക്കെ നമ്മളെങ്ങനെ ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് ഉണ്ടാവണം, ഒരു ബിസിനസ് ആവും, നമ്മൾ ലീഗൽ മാറ്ററിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് നമുക്കൊരു ബാങ്കിൽ ഒരു എമൗണ്ട് ഉണ്ടെങ്കിലും നമുക്കൊരു ആവശ്യമായിട്ടുള്ള നമുക്കത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും, ഇത് സേഫായിട്ട് വെക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്ലാൻ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ബിസിനസ് പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് നമുക്കറിയാം. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മിനി മോഡലാണ്.
ഓക്കെ, നമുക്ക് മേ ബി അതൊരു ഫണ്ടറെ കാണിക്കാനായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഡെമോ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വയബിലിറ്റി, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വർക്കിംഗ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു അത്യാവശ്യം എങ്ങനെ പോകുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഈസ് എ ക്രിട്ടിക്കൽ ഫേസ് ഇൻ ട്രാൻസ്ഫോമിംഗ് ദ ഐഡിയ ഇൻടു എ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് യൂസറിനെ ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിഫൈൻ ചെയ്യാൻ ഇത് വാലിഡേറ്റ് ചെയ്യാം. ഓക്കെ, അത് എന്തിനു മുമ്പാണ്? ഈ പറയുന്ന പോലെ ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ഓക്കെ, അതിനെ പറയുന്നതാണ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനുള്ള അനാലിസിസ്, അതായത് എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ പ്രോബ്ലംസിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നത്, അതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഐഡിയ. ഓക്കെ, അതിൻ്റെ നമ്മൾ ഈ പറയുന്ന റിക്വയർമെൻറ്റ്സ് നമ്മൾ ശേഖരിക്കണം. നമ്മൾ ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേണം. ഈ പറയുന്ന പോലെ യൂസറിൻ്റെ അടുത്ത് നിന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ആദ്യമേ ഫസ്റ്റ് മോഡുകളിൽ തന്നെ നമുക്ക് ചിന്തിച്ച് തുടങ്ങാം. പെയിൻ പോയിന്റ്സ് എടുക്കുന്നു, അത് നമ്മൾ സോൾവ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ അവർ നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, then നമുക്ക് ഈ പറയുന്ന പോലെ പല റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ടെക്നിക്കലായിട്ടുള്ളതുണ്ട്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളതിൻ്റെ ബേസിസിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങൾ, ഈ പറയുന്ന ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റിനെ പറയുന്നതാണ് MVP എന്ന് പറയും. അതായത് നമുക്ക് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ടെസ്റ്റിങ്ങിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം നമ്മൾ നോക്കുന്നു. ഓക്കെ, ഈ ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻ നമ്മൾ എന്താ മുന്നോട്ട് തന്നെ എടുത്ത് പറഞ്ഞേക്കണം, സിലബസിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഡിവൈസ് ആണെന്ന് വിചാരിക്കാം, നമ്മളൊരു വെൻഡിങ് മെഷീൻ ആണെന്ന് വിചാരിക്കാം, നമ്മളിപ്പോൾ കണ്ടു. ഇപ്പോൾ വെൻഡിങ് മെഷീൻ ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർ വേണം, ഹാർഡ്വെയർ വേണം. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ ഹാർഡ്വെയറിൻ്റെ കമ്പോണൻസ് വേണം, ഈ പറയുന്ന സെൻസേഴ്സ് വേണം, സർക്യൂട്ട് വേണം, മൈക്രോ കൺട്രോളേഴ്സ് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ വേണം. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ എന്തൊക്കെ സോഫ്റ്റ്വെയർ നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ടി തന്നെ വരുമായിരിക്കും. CAD സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ പടം വരയ്ക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഫംഗ്ഷൻ സ്പെസിഫിക്കേഷൻസ് വേണം. ഈ പറയുന്ന പ്രോട്ടോടൈപ്പ് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന പോലെ ഫംഗ്ഷൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. then നമുക്ക് പറയാൻ ഇതൊരു മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വേണം. അത് പ്രോട്ടോടൈപ്പ് നമുക്കൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിലെങ്കിലും മിനിമം എത്തുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് കോർ വാല്യൂസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ബിസിനസ് മാനേജ് നമ്മൾ ഇറങ്ങി നമ്മൾ പ്രോട്ടോടൈപ്പിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ഒരു വാട്ടർഫാൾ മോഡലുണ്ട്, ഒരു അഗൈൽ മെത്തഡോളജി എന്ന് പറഞ്ഞൊരു 2 മോഡലാണ് ഉള്ളത്. ഈ വാട്ടർഫാൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. വാട്ടർഫാൾ എന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ഇങ്ങനെ പോയി അങ്ങനെ പോകുക എന്നുള്ളതാണ് വാട്ടർഫാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് അതായത് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഫേസിലേക്ക് പോകാം. ഇനി അതായത് ഇതിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഹൈഡ്രേറ്റ് ചെയ്യണം. അതായത് ഓരോ പാർട്ടിലേക്ക് പോയി നമുക്ക് ഈ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വർക്ക് കൊടുക്കാം. അത് നമ്മൾ അതിൽ നിന്ന് വർക്ക് ചെയ്ത് അങ്ങനെ എത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് റിസോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഹ്യൂമൻ അല്ലെങ്കിൽ മെറ്റീരിയൽ, ഈ പറയുന്ന ടെക്നോളജിക്കലായിട്ടുള്ള റിസോഴ്സസ് നമ്മളിതിലേക്ക് കൃത്യമായിട്ട് റിക്വയർ ചെയ്ത് നമുക്കതിൽ വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തും ഉള്ള ഓപ്പറേഷനൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു പ്രോഡക്റ്റ് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യസമയത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഇൻവെസ്റ്റർ അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാത്ത ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ വിളിക്കാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കൃത്യമായിട്ടുള്ള ടൈം ലൈൻ ഉണ്ട്. അതായത് ഞാൻ ഇന്ന് ജൂണിൽ പ്രൊഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞ് വർക്കിംഗ് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡിസംബറിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു 6 മാസം കൊണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ ഇവിടെ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ ഒരു ബേസിക് മോഡൽ എനിക്കിവിടെ കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വർക്കിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ടൈം ലൈനാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതായത് ബ്രേക്ക് ഡൗൺ ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇൻ ക്ലിയർ മൈൽസ്റ്റോൺ. അപ്പോൾ നമ്മൾ ഓരോ മൈൽസ്റ്റോണിലും നമുക്ക് ഈ പറഞ്ഞ പോലെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഔട്ട്കംസും ഡെഡ് ലൈൻസും ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഉണ്ടാവും. ഇതുപോലെ ഒരു സമയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലൈനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. നമുക്ക് ഈ പറയുന്ന പോലെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഏറ്റവും വലിയ റിസോഴ്സസ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറയുന്ന ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ സ്കിൽസും എക്സ്പെർട്ടൈസിൻ്റെ ബേസിസിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അവരെ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് എത്തത്തുള്ളൂ. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കാര്യം പറയാം. അതേപോലെ തന്നെ മെറ്റീരിയൽ ഉണ്ട്, ഈ പറയുന്ന പോലെ ബഡ്ജറ്റിംഗ് ഉണ്ട്. നമുക്ക് എസ്റ്റിമേറ്റ് ഒരു കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കത് അല്ലെങ്കിൽ അതിൽ മാക്സിമം അതിൽ തന്നെ നിർത്താൻ പറ്റത്തുള്ളൂ. ഇനി അതല്ലെങ്കിൽ തന്നെ ഒരു ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായിട്ടൊരു കണക്ക് വേണം.
എന്നാൽ മാത്രമേ ഇതൊരു ബിസിനസ് ആണല്ലോ. ഓക്കെ, നമുക്ക് തോന്നുന്ന പോലെ എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അതായത് മീൻസ് ഒരു പ്രോട്ടോടൈപ്പിലേക്ക് നമ്മൾ എത്തി, അപ്പോൾ ഇതുവഴി എത്തി, നമ്മൾ ഇതിനുപോലെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സിലൊക്കെ എത്തി. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ടെസ്റ്റിംഗ് ചെയ്യാൻ പറയാം. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നു, യൂസറിൻ്റെ എടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു, സ്ട്രെസ് ടെസ്റ്റ് ചെയ്യുന്നു. അതായത് ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് നമ്മുടെ ഇൻറ്റീരിയർ ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് നമ്മൾ റിക്വയർ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് നമ്മളുടെ ഫംഗ്ഷൻ, നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ചെയ്യുന്ന നമുക്ക് ഫംഗ്ഷനാലിറ്റി. നമ്മൾ യൂസറിൻ്റെ കാര്യങ്ങൾ, അതായത് ഒരു റിയൽ യൂസർ വന്ന് വർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൺട്രോൾ എൻവയോൺമെൻറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഒരു റിയൽ യൂസർ ഒരു ഫോൺ യൂസ് ചെയ്യും. സിമ്പിളായിട്ട് പറയാം, ഒരു ഫോണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ യൂസറിൻ്റെ കൈ കൊടുത്ത് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് ഉണ്ടാകും. ഓക്കെ, അതാണ് പറയുന്നത്. അതേപോലെ തന്നെ ക്വാളിറ്റി അഷ്വറൻസ് ടീം ഉണ്ടാവണം. നമ്മൾ ക്വാളിറ്റി നമുക്ക് നമ്മുടെ ഫാക്ടറി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് നടക്കുന്ന എല്ലാ പ്രോഡക്റ്റും, അത് ഇപ്പം ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും എന്താണെങ്കിലും ഇതിനൊരു മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ ക്വാളിറ്റി അഷ്വറൻസ് ടീമായിരിക്കും ഈ പറയുന്ന ഡിഫക്റ്റ്, പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് റെഗുലർ ആയിട്ടുള്ള ചെക്സ് വേണം. ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് സൈക്കിളിൽ നമുക്ക് ഹൈ ക്വാളിറ്റി എൻഷുർ ചെയ്യും. അപ്പോൾ ഇറ്ററേറ്റീവ് ടെസ്റ്റിംഗ് ഉണ്ടാവും. ദാറ്റ് മീൻസ് അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഒരിക്കലും നമ്മൾ ഒരെണ്ണം ശരിയായി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് ഒരു തെറ്റ് വരുത്താമെന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഇറ്ററേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്. അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ് പല ഫേസിൽ നമ്മൾ ചെയ്തു, നമ്മൾ ഓരോ ഫേസിലും ഉണ്ടാകുന്ന റിസൾട്ട്സിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ അത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന്, യൂസേഴ്സിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിൽ നിന്നും ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ്, എല്ലാം ഓക്കെ ആണോ എന്ന് നമ്മൾ ചോദിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ച് നമ്മൾ ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡേറ്റ എടുത്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ പുറത്തേക്ക് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നു, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അത് നമുക്ക് ടേക്ക് ഡിസിഷൻ എടുക്കുന്നു, അത് വെച്ച് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് പിന്നെ എത്തുന്നു. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇത്രയും പരിപാടികൾ ചെയ്തു. അപ്പം ഇങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ഡോക്യുമെൻറ്റഡ് ആയിരിക്കും. കാരണം നമ്മളിതൊരു ഒഫീഷ്യലായിട്ടൊരു വർക്കാണ് ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ഡോക്യുമെൻറ്റിംഗ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്, മെയിൻറ്റെയിൻ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അത് നമ്മൾ എന്തായിരിക്കും, അത് ഡിസൈൻ ആയിരിക്കും, മേ ബി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും, ടെസ്റ്റിംഗ് റിപ്പോർട്ട്സ് ആകും. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്ത് തരും. ഡോക്യുമെൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മീൻസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു PDF എങ്കിലും നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, എല്ലാത്തിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വേർഷൻ കണ്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചേഞ്ചസ് ഉണ്ടാകും. ഓരോ വേർഷൻ കഴിയും തോറും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും. ഓരോ പ്രോഡക്റ്റ് നമ്മൾ പറയും, എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നു, അത് പുതിയ മോഡൽ ഇറക്കും. ഓക്കെ, അതിൻ്റെ എല്ലാ വേർഷനും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം. അതിൻ്റെ എല്ലാത്തിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, നമുക്ക് ഒരു അത്യാവശ്യം ഒരു സ്റ്റേജസ് കഴിയുമ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് സൈക്കിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും ഡേറ്റ. ഓക്കെ, അതേപോലെ നമ്മൾ നോളജ് ഷെയർ ചെയ്യണം. അതായത് എല്ലാ ടീം മെമ്പേഴ്സും ഇൻഫോംഡ് ആയിരിക്കണം. കോർ ടീം മെമ്പേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി കാണിച്ചിരിക്കുന്ന ഒരു ബിസിനസ് പ്ലാനാണ്. ഇതൊരു നമ്മുടെ ഒരു ഈ IPR വേണ്ടി തന്നെ ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ്. ജസ്റ്റ് ഒരു ഓട്ടോമാറ്റിക് ഫുഡ് വെൻഡിങ് മെഷീനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലെ പറയുന്ന ഒരു ബിസിനസ് പ്ലാൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടുകയാണ് നമ്മൾ 1 ലക്ഷത്തോടുകൂടിയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് നമുക്കിവിടെ ഈ പറയുന്ന പോലെ എക്സിക്യൂട്ടീവ് സമ്മറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഓവർവ്യൂ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് ഇതൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിക്യൂട്ടീവ് സമ്മറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പോലെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് പറയാമെന്നുള്ള ലക്ഷ്യമാണ് എക്സിക്യൂട്ടീവ് സമ്മറിയിൽ. അതോടെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ പറയുന്നുണ്ട് ഈ യൂണിക് വാല്യൂ പ്രപ്പോസിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ യൂണിക് യൂസറിൻ്റെ വാല്യൂ പ്രപ്പോസിഷൻ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് വായിച്ചു നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. മൊത്തം കാണിക്കുന്നില്ല, എന്നാലും നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 3 ഇവിടെ തീരുവാണ്. നമ്മൾ മൊഡ്യൂൾ 3 മെയിനായിട്ട് 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഒന്ന് ബിസിനസ് പ്ലാനാണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് പ്ലാനാണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമ്പിളുള്ള ബിസിനസ് പ്ലാൻ നോക്കി വായിച്ചു നോക്കുക. മേ ബി ബിസിനസ് പ്ലാൻ എന്നുള്ളതായിരിക്കും ബിസിനസ് പ്ലാൻ്റെ ഒരു സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതായിരിക്കണം ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 4 കാണാം. താങ്ക്സ്.